സെക്രട്ടേറിയറ്റ് പടിക്കലിലെ സമരവേദിയിലേക്ക് ക്ഷണിച്ചിട്ടാണ് എത്തിയതെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ സുരേഷ് ഗോപിക്കെതിരെ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സുരേഷ് ഗോപിയെ ക്ഷണിച്ചത് സംഘടനയിലെ BJP അനുഭാവമുള്ളവരാണെന്ന് സമരസമിതി നേതാവ് MA ബിന്ദുവും വെളിപ്പെടുത്തി. സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചുള്ള സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തെ സമര നേതൃത്വം രൂക്ഷമായി വിമർശിച്ചു. സുരേഷ് ഗോപി ആലോചിച്ച് സംസാരിക്കണമെന്ന് MA ബിന്ദു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സുരേഷ് ഗോപി സമരവേദിയിലെത്തിയപ്പോൾ സമരം ചെയ്യുന്ന ആശമാർ പാട്ടുപാടിയാണ് സ്വീകരിച്ചത്. അന്നത്തെ സ്വീകാര്യത സുരേഷ് ഗോപിക്ക് സമരപ്പന്തലിൽ ഇപ്പോഴില്ല. ഇന്ന് സമരസമിതി നേതാവ് AA ബിന്ദു പറഞ്ഞത് ഇങ്ങനെ: അദ്ദേഹം സംസാരിക്കുമ്പോൾ ആലോചിച്ചും കണ്ടും അദ്ദേഹം സംസാരിക്കട്ടെ. അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ലല്ലോ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ലേ. ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ഈ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ വിശ്വസിക്കുന്ന, അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന ആളുകൾ പോയി അദ്ദേഹത്തെ കണ്ടു. അതിനെന്താ കുഴപ്പം? 3 ആഴ്ച കൊണ്ട് സമരവേദിയിലെ ആവേശ സാന്നിധ്യം എന്ന നിലയിൽ നിന്ന് അതിരൂക്ഷമായി സമരക്കാർ വിമർശിക്കുന്ന നിലയിലേക്ക് സുരേഷ് ഗോപി മാറിയതെങ്ങനെ? മാർച്ച് 1 ആശമാർ പാട്ടുപാടി സ്വീകരിച്ച ദിവസം സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇതായിരുന്നു: ആശാ വർക്കർമാർക്ക് കേന്ദ്രം നൽകാനുള്ളതെല്ലാം നൽകി. സംസ്ഥാന സർക്കാരും മന്ത്രി വീണ ജോർജും നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. ചൊറിച്ചുമല്ലാണ്, തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ കറക്റ്റ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഓണറേറിയം വർധനവിനായി സമരം ചെയ്യുന്നവരുടെ അടുത്ത് കേന്ദ്രമന്ത്രി എത്തുമ്പോൾ പാട്ടുപാടി സ്വീകരിക്കുകയാണോ, സമരാവശ്യങ്ങൾ ആവർത്തിച്ചുന്നയിക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം അന്നേ ഉയർന്നിരുന്നു. BJP-കാരനും മന്ത്രിയുമായല്ല, സാമൂഹ്യ പ്രവർത്തകനായാണ് താൻ എത്തിയതെന്ന് സുരേഷ് ഗോപിയും വ്യക്തിപരമായി ഐക്യദാർഢ്യം അറിയിക്കാനാണ് മന്ത്രി എത്തിയതെന്ന് സമര നേതൃത്വവും വ്യക്തമാക്കി. സമരക്കാർക്ക് മഴക്കോട്ടും കുടയും പൊങ്കാലക്കിറ്റുമായി പലതവണ സുരേഷ് ഗോപി സമരപ്പന്തലിലെത്തി. ഓരോ തവണയും സമരക്കാർ ഊഷ്മളമായി സ്വീകരിച്ചു. കൊടുക്കാനുള്ളത് കൊടുത്തു, ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരാം, കണക്ക് കൊടുക്കില്ല, അതും അവരുടെ ന്യായം. ഇനി ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? കേന്ദ്ര സർക്കാരിന് വേണ്ടി മറുപടി പറയേണ്ടയാൾ സമരവേദിയിലെ സ്ഥിരം സാന്നിധ്യമാകുന്നതിനെ മന്ത്രി R ബിന്ദു രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതോടെ വിവാദം വീണ്ടും കത്തിപ്പിടിച്ചു. കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോൾ മണിമുറ്റത്താവണിപ്പന്തൽ എന്നാണല്ലോ അവർ പാടിയത്. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടുപാടും ഡാൻസ് ചെയ്യുന്ന എല്ലാവരും ചെയ്യേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാം അവർക്ക് ഉണ്ടാവണം. സമര നേതൃത്വം അതിലും രൂക്ഷമായി മറുപടി പറഞ്ഞു. കേന്ദ്രം പറയുന്നത് ലാപ്സാക്കി കളഞ്ഞു, കേരളം പറഞ്ഞത് കിട്ടാനുണ്ടെന്ന്. ആ കിട്ടാനുള്ള തുക മേടിച്ചെടുക്കാനുള്ള നട്ടല് എന്തുകൊണ്ട് ബിന്ദു മിനിസ്റ്റർക്കും സഹമന്ത്രിമാർക്കും ഉണ്ടായില്ല? ആദ്യം അതിനല്ലേ ഉത്തരം പറയണ്ടേ. ഇതിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ U-ടേൺ. സംസ്ഥാന സർക്കാരിന് പണം കായ്ക്കുന്ന മരമൊന്നുമില്ലെന്ന് സുരേഷ് ഗോപി നിലപാട് ലഘൂകരിച്ചു. സംസ്ഥാന ആരോഗ്യമന്ത്രിയെ കുറ്റം പറയാനില്ല. എടുത്തുചാടി സംസ്ഥാന സർക്കാരിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. സംസ്ഥാനം ഇപ്പോഴും ഒരു അനങ്ങാപ്പാറ നയത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ പറയണ്ട, അവരതിന്റെ സമയമെടുക്കും. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ഇത് പെട്ടെന്ന് മരമൊന്നുമില്ല പണം കായ്ക്കുന്നത്. പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടുന്ന് കൊടുക്കും, അതൊക്കെ അവർക്ക് നോക്കണ്ടേ. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ഇന്നലെ സമരക്കാർ ക്ഷണിച്ചിട്ടാണ് താൻ അവരുടെ സമരവേദിയിലേക്ക് എത്തിയതെന്ന് കൂടി സുരേഷ് ഗോപി വ്യക്തമാക്കി. അവരുടെ അടുത്തേക്ക് ചെന്നത് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെന്നത്. ഒന്ന് വരണം, ഞങ്ങളെ അവിടെ ഒന്നൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ യാത്ര തിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു തിരിച്ച് എത്തുന്ന ദിവസം ഞാൻ വരാമെന്ന് ചെന്നു. ഇതോടെയാണ് സുരേഷ് ഗോപിക്കെതിരെ ആശാ വർക്കേഴ്സ് സമരസമിതി അതിരൂക്ഷമായി പ്രതികരിച്ചത്. തങ്ങൾക്കിടയിലെ BJP അനുഭാവികളാണ് സുരേഷ് ഗോപിയെ ക്ഷണിച്ചു കൊണ്ടുവന്നത് എന്നുകൂടി ഇന്ന് സമരസമിതി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതിനിടെ നിരാഹാരമിരിക്കുന്ന ആശമാർക്ക് പിന്തുണയുമായി ജില്ലാ കേന്ദ്രങ്ങളിലും PHCകളിലും വീടുകളിലും ആശമാർ ഇന്ന് ഉപവാസ സമരം നടത്തുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 5-ാം ദിവസവും രാപ്പകൽ സമരം 43-ാം ദിവസവുമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.